അപ്പോൾ ഇതൊരു ഈവനിങ് വ്ളോഗാണ്. വൈകുന്നേരം വാവച്ച് സ്കൂളിൽ നിന്ന് വന്നതിന് ശേഷം നമ്മൾ ചായ കുടിക്കുകയാണ്. എല്ലാവരും കൂടെ പുറത്തിരുന്ന് ചായയൊക്കെ കുടിക്കുകയാണ്. അപ്പോഴത്തേനും ഞാൻ കോഴിക്കുഞ്ഞുണ്ട് കേട്ടോ, ഒരു 5 കോഴിക്കുഞ്ഞുണ്ട്. ഞാൻ അതിനെ അങ്ങ് തുറന്ന് വിട്ടത്. ഊട്ടം കളിക്കാൻ വേണ്ടി നിർബന്ധം പിടിച്ച് തുറന്ന് വിട്ടതാണ്. ഇതേ കണ്ടില്ലേ, കുരങ്ങൻ കുഞ്ഞു പോലെ മരത്തിൻ്റെ പുറത്ത് കയറിയിരിക്കുകയാണ്. എന്നിട്ട് ഞാൻ തൂക്കാൻ ഇറങ്ങിയപ്പോഴത്തേനും രണ്ടുപേരും കൂടെ ചൂല് കൊടുത്തോണ്ട് ഇറങ്ങിയിട്ടാ. ഞാൻ പറഞ്ഞിട്ടല്ല, അവർ സ്വന്തമായിട്ട് വന്നതാണ്. ഞാനും കൂടെ തൂക്കാമെന്ന് പറഞ്ഞിട്ട്. അപ്പം ഞാൻ എൻ്റെ ചൂലിൽ നിന്ന് തന്നെ കുറച്ച് ഷെയർ ചെയ്ത് അവർക്ക് ചൂലുണ്ടാക്കി കൊടുത്തു, രണ്ടുപേർക്കും. അങ്ങനെ അത് വെച്ചിട്ട് തൂക്കുകയാണ്. ഞാൻ എവിടെ പോകണം, എൻ്റെ പുറകെ നിന്ന് വരും കേട്ടോ ദേവൂട്ടനാണെങ്കിൽ വാവച്ചിയും പോലെ അല്ല കേട്ടോ, ഒരു പ്രത്യേകതയാണ്. അപ്പം ഞാൻ എന്ത് ജോലി ചെയ്താലും കൂടെ വന്ന് ചെയ്യും കേട്ടോ. പാത്രം കഴുകുകയാണെങ്കിൽ കൂടെ വന്ന് പാത്രം കഴുകും, തൂക്കുകയാണെങ്കിൽ അപ്പം തൂക്കാൻ വരും. വാവച്ചിക്കാണെങ്കിൽ ഇച്ചിരി മടിയൊക്കെ ഉണ്ട്. പിന്നെ തുണി അലക്കാൻ പോവുകയാണെങ്കിൽ തുണി അലക്കി തരും, എല്ലാ കാര്യവും ചെയ്തു തരും കേട്ടോ. കുഞ്ഞായോണ്ടായിരിക്കും കുറച്ചുകൂടെ, വളരുമ്പോൾ എങ്ങനെയാണെന്ന് അറിയത്തില്ല. പക്ഷേ ഇപ്പോൾ എന്ത് ഞാൻ ചെയ്യുന്നത് കണ്ടാലും കൂടെ വന്നിരുന്ന് ചെയ്യാറാണ് കേട്ടോ പതിവ്. അങ്ങനെ രണ്ടുപേരും കൂടെ തൂക്കുകയാണ്. 2-3 ദിവസമായിട്ട് തൂക്കാതെ വീട്ടിൽ ആളില്ലാതിരുന്നത് കൊണ്ടാണ് കുറച്ചധികം തൂക്കാനുണ്ടായിരുന്നു കേട്ടോ. അപ്പം നമ്മൾ 3 പേരും കൂടെ എല്ലായിടവും അങ്ങ് തൂത്തേ. അപ്പം ദേവൂട്ടൻ്റെ ഒരു അമ്മുമ്മയാണ് കേട്ടോ അതാ വരുന്നത്. ആര് റോഡിൽ പോയാലും ദേവൂട്ടൻ അറ്റൻഡൻസ് വയ്ക്കാതെ പോകാൻ പാടില്ല കേട്ടോ. അപ്പോൾ ദേവൂട്ടന് കുറേ അപ്പൂപ്പനും അമ്മൂമ്മമാരും ഉണ്ട് ഇവിടെ, ഫ്രണ്ട്സ് നാട്ടിൽ. എല്ലാവരും വൈകുന്നേരം ഇങ്ങനെ പുറത്തിറങ്ങുമ്പോൾ വന്നിരുന്ന് സംസാരിക്കും. അടുത്ത ആൾ വന്നിട്ട് ദേവൂട്ടൻ്റെ അടുത്ത് സംസാരിക്കാൻ വേണ്ടിയിട്ട് ദേവൂട്ടൻ എന്താ ഗേറ്റിൻ്റെ അവിടെ പോയി നിന്ന് അപ്പൂപ്പൻ്റെ അടുത്ത് സംസാരിക്കുകയാണ്. ഞാൻ തൂക്കുകയാണെന്നൊക്കെയാണ് കേട്ടോ അപ്പൻ്റെ അടുത്ത് പറയുന്നത്. കുറേ സമയം അവിടെ നിന്ന് കളിക്കുകയൊക്കെ ചെയ്ത് അപ്പൻ്റെ അടുത്ത് സംസാരിച്ച് കുറേ അധികം ഉണ്ടായിരുന്നു കേട്ടോ തൂക്കാനായിട്ട്. മുറ്റമാണെങ്കിൽ ഇച്ചിരി അധികം മുറ്റമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ സൈഡ് തൂത്തില്ല എങ്കിൽ നമുക്കവിടെ പ്ലാവും മാവും ഒക്കെ നിൽക്കുന്നത് കൊണ്ട് തന്നെ നല്ല ചപ്പായിരിക്കും കേട്ടോ. അപ്പം ഞാൻ വിചാരിച്ചു എന്തായാലും തൂത്തെല്ലാം കൂടെ അങ്ങ് തീയിടുമ്പോഴത്തേന് ഇനി ഒരു 2 ദിവസത്തേക്ക് വലിയ ശല്യം ഉണ്ടാവില്ലേ. പിന്നെയും 2 ദിവസം തൂക്കാതിരിക്കുകയാണെങ്കിൽ പിന്നെയും പണി കിട്ടും കേട്ടോ. ഇതുപോലെ ചവറാവും കേട്ടോ, നല്ല ചപ്പാവും. പിന്നെ രണ്ടുപേരും കൂടെ ഞാൻ ഇനി മതി, ഞാൻ തൂത്തോളാം എന്ന് പറഞ്ഞിട്ട് ഞാനെല്ലാം തൂത്തൊരിടത്ത് കൂട്ടിയിട്ട് പിന്നെ അതിനെ വാരിയെടുത്ത് തീയിടാൻ വേണ്ടിയിട്ട് കൊണ്ടുപോയി കേട്ടോ. അങ്ങനെ തീയൊക്കെ ഇട്ടു. തീപ്പെട്ടി ഇല്ലായിരുന്നത് കൊണ്ട് ഞാൻ ഗ്യാസിൽ നിന്ന് കത്തിച്ചെടുത്തുകൊണ്ട് വരെയായിരുന്നു കേട്ടോ. അങ്ങനെ തീയൊക്കെ ഇട്ടിട്ട് അകത്ത് കയറി. അപ്പോഴത്തേനും എന്താ വാവച്ച് ഒരു പേപ്പറും കൊണ്ടുവന്ന കേട്ടോ. എനിക്ക് കുറച്ച് കഴുകാനുണ്ടായിരുന്നു, തുണി കഴുകാനുണ്ടായിരുന്നു. അപ്പോഴത്തേനും ഒരു പേപ്പർ കൊണ്ടുവന്നത് ആരോ വാവച്ചിയുടെ പടം വരച്ചു കൊടുത്തു, ഫ്രണ്ട്സ് ആരോ വരച്ചു കൊടുത്തു എന്ന് പറഞ്ഞിട്ടാണ് കൊണ്ടുവന്നത്. അങ്ങനെ ആ പടവും കൊണ്ടുവന്ന് കാണിച്ച് അവിടെ നിന്ന് സംസാരിച്ചുകൊണ്ട് നിൽക്കുകയാണ്. എന്നിട്ട് ഞാൻ അലക്കാൻ പോയപ്പോൾ വാവച്ചിയും കൂടെ വന്നു. പിന്നെ ഞാൻ ഓട്ടിച്ച് വിട്ടിട്ടാ വാവച്ചി. അപ്പോൾ ദേവൂട്ടൻ്റെ അടുത്ത് പറഞ്ഞിട്ട് കാര്യമില്ല, അവൻ പിന്നെ കേൾക്കത്തില്ല. അതുകൊണ്ട് ഞാൻ പിന്നെ അവനും കൂടെ അവിടെ നിന്ന് എന്നെ ഹെൽപ്പ് ചെയ്യൊക്കെയായിരുന്നു. ഭയങ്കര അലക്കലായിരുന്നു കേട്ടോ. ഓരോ തുണിയായിട്ട് എടുത്ത് അവിടെ കല്ലിലിട്ട് അടിയും ബഹളമൊക്കെ ആയിരുന്നു. ഞാനിത് ഷോർട്ടിന് വേണ്ടിയിട്ട് എടുത്ത വീഡിയോ ആണ്. പക്ഷേ ഇത് കട്ട് ചെയ്ത് വന്നപ്പോൾ എനിക്ക് കട്ട് ചെയ്ത് കളയാൻ മനസ്സില്ല കേട്ടോ. അതുകൊണ്ട് പിന്നെ ഒരു ചെറിയ ലോങ് വീഡിയോ ആവട്ടെ എന്ന് വിചാരിച്ചു.